ഇക്കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെപ്പറ്റി ഇത്രയും വിശദമായി ഇതാദ്യമായാണ് കേന്ദ്ര സർക്കാർ പൊതു ഇടത്തിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. 2016 അതായത് LDF വന്ന് എല്ലാം ശരിയാക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ കടം 1.62 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ ആദ്യം തോമസ് ഐസക്കും പിന്നീട് ബാലഗോപാലും കേരളത്തെ ശരിയാക്കി 2024 ആയപ്പോൾ കടം 4.29 ലക്ഷം കോടി രൂപയാണ്. 165% വർധനവ്. എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നത്രയും സ്വതന്ത്രമായി കടം വാങ്ങാൻ കഴിയാത്തത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്നതുകൊണ്ട് ആ സ്റ്റേറ്റിലെ ജനങ്ങളുടെ പേരിൽ തോന്നുംപടി പണം കടം വാങ്ങി കാലിത്തൊഴുത്ത് പണിയാനും കണ്ണട വാങ്ങിക്കാനും കേരള യാത്ര നടത്താനും സമ്മതിക്കാൻ പറ്റില്ല എന്നർത്ഥം. നമസ്കാരം, ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2016 അതായത് LDF വന്ന് ശരിയാക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ കടം 1.62 ലക്ഷം കോടി രൂപ ആയിരുന്നു. എന്നാൽ ആദ്യം തോമസ് ഐസക്കും പിന്നീട് ബാലഗോപാലും കേരളത്തെ ശരിയാക്കി 2024 ആയപ്പോൾ കടം 4.29 ലക്ഷം കോടി രൂപയാണ്. 165% വർധനവ്. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞ കണക്കാണിത്. 2023 ഡിസംബർ മാസം 2-ാം വാരം കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. നിത്യനിദാന ചിലവുകൾ നടത്താൻ പണം കടം വാങ്ങാനുള്ള പരിധി അഥവാ വായ്പാ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചെന്നാണ് പരാതി. കടം വാങ്ങിക്കാനുള്ള അധികാരത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലാണ് ഈ നിയന്ത്രണമെന്നാണ് കേരളത്തിൻ്റെ ആരോപണം. സംസ്ഥാനത്തിൻ്റെ വാർഷിക ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ കഴിയുന്നില്ലെന്ന് കേരള സർക്കാർ പറയുന്നു. അടിയന്തിരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം സംസ്ഥാന ബജറ്റിന് മുമ്പ് പരിഗണിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 2024 ജനുവരി 2-ാം വാരം സുപ്രീം കോടതി ഈ കേസിൽ കേന്ദ്രത്തിൻ്റെ പ്രതികരണം ചോദിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് അറ്റോർണി ജനറൽ മുഖേന കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയായിരുന്നു. കേരളം നൽകിയ ഹർജിക്ക് മറുപടിയായി അറ്റോർണി ജനറൽ മുഖേന കേന്ദ്രം സുപ്രീം കോടതിക്ക് ഒരു 45 പേജുള്ള മറുപടി നൽകി. സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതിയുടെ കൃത്യമായ രൂപമാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി എത്ര മോശമാണെന്ന് ഈ കുറിപ്പിൽ പരാമർശിക്കുന്നു. ഇക്കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെപ്പറ്റി ഇത്രയും വിശദമായി ഇതാദ്യമായാണ് കേന്ദ്ര സർക്കാർ പൊതു ഇടത്തിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നശിച്ച് നാറാണക്കല്ലടിഞ്ഞ മുടിഞ്ഞു മുച്ചീർപ്പൻ കുലച്ച കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഈ രേഖയിലെ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏതെങ്കിലും എതിർകക്ഷി നേതാവ് പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചതല്ല ഈ വിവരങ്ങൾ. ഭാരതത്തിൻ്റെ അറ്റോർണി ജനറൽ ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ സമർപ്പിച്ച വസ്തുതകളാണിത്. അതുകൊണ്ട് ഇതിൽ പതിരുണ്ടാവില്ല. ഈ വസ്തുതകളെ പൊളിച്ചെടുക്കാൻ CPMൻ്റെ സൈബർ ഗുണ്ടകളുടെ പതിവ് ക്യാപ്സ്യൂൾ പോരാതെ വരും. കേരളത്തിലേത് അതീവ മോശം ധനമാനേജ്മെൻറ്റ്. കേരളത്തിൻ്റെ സാമ്പത്തിക ക്ലേശത്തിന് കാരണം പണം കൈകാര്യം ചെയ്യുന്നതിലെ പിടിപ്പുകേടാണ്. റവന്യൂ വരുമാനം നോക്കാതെ വാങ്ങുന്ന കടത്തിന് പലിശ കൊടുത്ത് കേരളം മുടിയുകയാണ്. കേന്ദ്ര നികുതി, കേന്ദ്ര പദ്ധതികളുടെ വിഹിതം, ധനക്കമ്മി, ഗ്രാൻറ്റുകൾ തുടങ്ങി സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണമെല്ലാം വിവിധ ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ അധികം പണം കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ഇനി ഉയർത്താനാവില്ല. ഇവയൊക്കെ സുപ്രീം കോടതിയിൽ കേന്ദ്രം നൽകിയ ഈ 45 പേജുള്ള വിശദീകരണത്തിൽ കാര്യകാരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും അധികം കടമുള്ള 5 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. 2018-19 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 31% കടം. എന്നാൽ 2021-22 അത് 39% ഉയർന്നു.
ദേശീയ ശരാശരി 29.8% മാത്രമാണ് എന്നോർക്കണം. ഇങ്ങനെ കണ്ണും മൂക്കുമില്ലാതെ കടം വാങ്ങുമ്പോൾ അതിൻ്റെ പലിശ നൽകേണ്ടി വരും. സംസ്ഥാനം എടുക്കുന്ന കടത്തിൻ്റെ മൊത്തം പലിശ റവന്യൂ വരുമാനത്തിൻ്റെ 10% അധികമാകരുതെന്നാണ് 14ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശം. എന്നാൽ കേരളത്തിൽ ഇത് കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 19.8 വർദ്ധിച്ചു. അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ 1/5 ഏതാണ്ട് 20% മുൻപ് വാങ്ങിയ കടത്തിൻ്റെ പലിശ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് സാരം. ഇതൊരു കടുത്ത അപകടമാണ്. ഇങ്ങനെ ഉയർന്ന പലിശ നൽകുന്നത് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം അപകടകരമാം വിധം വർദ്ധിക്കുന്നുവെന്ന കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കൊള്ളപ്പലിശയ്ക്ക് കടമെടുക്കുന്ന ഈ പണത്തിൻ്റെ മോശം വിനിയോഗം സംബന്ധിച്ച് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ 2021 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് എന്നിവ ഈ അക്കൗണ്ടന്റ് ജനറൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബും ബംഗാളും കടമെടുത്ത് പ്രതിസന്ധിയിലായ ഉദാഹരണ സഹിതമാണ് കേരളവും അതേ അവസ്ഥയിലാണെന്ന് കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി വിശദീകരിക്കുന്നത്. നമ്മുടെ, അതായത് കേരളത്തിലെ ജനങ്ങളുടെ പേരിൽ ഇങ്ങനെ കള്ളക്കടം വാങ്ങിക്കുന്ന പണം ഈ സർക്കാർ എന്തു ചെയ്യുന്നു എന്നറിയണ്ടേ? കടമെടുക്കുന്ന പണം കേരളം ഉൽപ്പാദന മേഖലകളിലല്ല നിക്ഷേപിക്കുന്നത്. അത് ശമ്പളവും പെൻഷനും പിന്നെ സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമാണ് ചിലവഴിക്കുന്നത്. സർക്കാരിൻ്റെ ചെലവും വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. 2018-19 റവന്യൂ വരുമാനത്തിൻ്റെ 74% ചെലവ്. 2020-21 ഇത് 82.4% ഉയർന്നു. സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. മുഴുവൻ സംസ്ഥാനങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ ദേശീയ ശരാശരി 54.98 ആണ്. അടുത്തത് ധനക്കമ്മിയാണ്. കേരളത്തിലെ ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റിലും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2017-18 ധനക്കമ്മി 2.41%. 2021-22 ഇത് 3.17 ഉയർന്നു. 0.46% ദേശീയ ശരാശരി എന്നോർക്കണം. 14ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 2015-16 മുതൽ 2019-20 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ കേരളത്തിന് നൽകേണ്ട മുഴുവൻ തുകയും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇനി 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നാൽ അവരുടെ റിപ്പോർട്ട് പ്രകാരം 2020-21 മുതൽ 23-24 വരെ നൽകേണ്ടതായി ശുപാർശ ചെയ്തത് 52,345 കോടി രൂപയാണ്. ഈ തുക ഈ വർഷം ജനുവരിയോടെ തന്നെ കൊടുത്തു തീർത്തു കഴിഞ്ഞു. കേരളം അഭിമാനമായിട്ട് പറയുന്ന മറ്റൊരു കോമഡിയായ കിഫ്ബിയുടെ പൊള്ളത്തരവും ഈ വിശദീകരണക്കുറിപ്പിൽ തുറന്നു കാട്ടുന്നുണ്ട്. കിഫ്ബിക്കും കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിമിറ്റഡിനും യാതൊരു വിധത്തിലുള്ള വരുമാന മാർഗങ്ങളും ഇല്ലെന്ന് CAG റിപ്പോർട്ടും ഈ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 2021-22 കിഫ്ബിയുടെ വരുമാനത്തിൻ്റെ 94% കേരള സംസ്ഥാനം നൽകിയതാണ്. ഇതാകട്ടെ പെട്രോൾ സെസ്, മോട്ടോർ വാഹന നികുതി എന്നിവ വർദ്ധിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതാണ്. ബാക്കിയുള്ള 6% കിഫ്ബിയുടെ നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിച്ച പലിശയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റി കോഴിക്കോട് IIM 2017 നടത്തിയ പഠന റിപ്പോർട്ടുണ്ട്. അത് ഈ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ പൊതുധനകാര്യ മാനേജ്മെൻറ്റ് വലിയ പരാജയമാണെന്നാണ് കോഴിക്കോട് IIMൻ്റെ കണ്ടെത്തൽ. കടവും GDPയുമായുള്ള ഉയർന്ന അനുപാതം, ഉയർന്ന പലിശ ബാധ്യത, ഉയർന്ന ധനക്കമ്മി, ഉയർന്ന വരുമാനക്കമ്മി, വലിയ PF ബാധ്യത, ഉയർന്ന ചിലവ്, ശമ്പളത്തിനും പെൻഷനും പലിശ നൽകാനും കൂടുതൽ തുക വകയിരുത്തേണ്ടി വരുന്നത്, മൂലധന സമാഹരണത്തിനായി ചിലവഴിക്കുന്ന തുക കുറയുന്നത്, നികുതി വരുമാനം കുറയുന്നത്, ഇവയൊക്കെ സംസ്ഥാനത്തെ ഗുരുതരമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണെന്നായിരുന്നു കോഴിക്കോട് IIMൻ്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തിന് ഉയർന്ന റവന്യൂ കമ്മിയുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ കടം വാങ്ങിക്കുന്നത് ഉൽപ്പാദനപരമായ പദ്ധതികളിൽ നിക്ഷേപിക്കാനല്ല, മറിച്ച് ശമ്പളം, പെൻഷൻ, പലിശ അടവ് തുടങ്ങിയ ദൈനംദിന ചെലവുകൾ നിറവേറ്റുന്നതിനാണ്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കേരളത്തിൻ്റെ കയ്യിൽ കാലണയില്ല. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ നൽകിയതിന് പുറമെ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ തുകയുടെ വിശദമായ കണക്കുകൾ ഈ രേഖയിലുണ്ട്. ധനകാര്യ അച്ചടക്കവും പൊതുകടവും ഉൾപ്പെടെയുള്ള പൊതുധന മാനേജ്മെൻറ്റ് അഥവാ പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് ഒരു ദേശീയ വിഷയമാണ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ കെടുകാര്യസ്ഥത
രാജ്യത്തെ തന്നെ ബാധിക്കും. സംസ്ഥാനത്തിൻ്റെ കടം രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെയും രാജ്യത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ വരവിനെയും ബാധിക്കും. കടം വീട്ടുന്നതിൽ ഏതെങ്കിലും സംസ്ഥാനം മുടക്കം വരുത്തിയാൽ അത് ഇന്ത്യയുടെ മുഴുവൻ സാമ്പത്തിക സ്ഥിരതയെ അപകടത്തിലാക്കുകയും ചെയ്യും. ഇതേപോലെ ചില സംസ്ഥാനങ്ങൾ കടം വാങ്ങി തിരിച്ചടയ്ക്കാതെ വീണ്ടും കടം വാങ്ങി ആദ്യത്തെ കടത്തിൻ്റെ പലിശ അടച്ചതിൻ്റെ ഫലമായിട്ടാണ് 1980-90കളിൽ ബ്രസീലിലും അർജൻറ്റീനയിലും മെക്സിക്കോയിലും റഷ്യയിലും ഒക്കെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. എന്തായാലും കൂടുതൽ കടമെടുക്കാൻ അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച പിണറായി സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഈ മറുപടിയോടെ പുലിവാല് പിടിച്ച അവസ്ഥയിലാണ്. ഇത് ആർക്കും ലഭ്യമായ ഒരു പൊതുരേഖയാണ്. ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നത്രയും സ്വതന്ത്രമായി കടം വാങ്ങാൻ കഴിയാത്തത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 ഉള്ളത്. സംസ്ഥാനങ്ങൾക്ക് അവർ കേന്ദ്രത്തോട് കടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്കാവശ്യമുള്ളത്ര വായ്പ എടുക്കാൻ കഴിയും. ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എടുത്ത വായ്പാ കുടിശ്ശിക ഉണ്ടെങ്കിൽ പുതിയ വായ്പകൾ സമാഹരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നുള്ള സമ്മതം ആവശ്യമാണ്. ഇങ്ങനെ കുടിശ്ശിക ഉള്ളപ്പോൾ കേന്ദ്രത്തിന് വ്യവസ്ഥകൾ ഏർപ്പെടുത്തേണ്ടി വരും. അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്നതുകൊണ്ട് ആ സ്റ്റേറ്റിലെ ജനങ്ങളുടെ പേരിൽ തോന്നുംപടി പണം കടം വാങ്ങി പുട്ടടിക്കാനും കാലിത്തൊഴുത്ത് പണിയാനും കണ്ണട വാങ്ങിക്കാനും സമ്മതിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഈ ചട്ടം നരേന്ദ്രമോദി കൊണ്ടുവന്നതല്ല, ഭരണഘടനയിൽ നേരത്തെ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുന്നതിന് പരിധി നിശ്ചയിക്കുന്നത്? ഒരു പരിധിയുമില്ലാതെ തോന്നുംപടി വായ്പ എടുത്ത് അഴിഞ്ഞാടാൻ സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതേപോലെ ചില സംസ്ഥാനങ്ങൾ കടം വാങ്ങി തിരിച്ചടയ്ക്കാതെ വീണ്ടും കടം വാങ്ങി ആദ്യത്തെ കടത്തിൻ്റെ പലിശ അടച്ചതിൻ്റെ ഫലമായിട്ടാണ് 1980-90കളിൽ ബ്രസീൽ, അർജൻറ്റീന, മെക്സിക്കോ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. അവിടെയുള്ള ഏതോ പിണറായി വിജയനോ മമതാ ബാനർജിയോ മുക സ്റ്റാലിനോ ബെല്ലും ബ്രേക്കുമില്ലാതെ കടം വാങ്ങി കേരളീയം പോലെയുള്ള ടൂറുകളും നവകേരള യാത്രാ മാമാങ്കങ്ങളും നടത്തി ദൂർത്തടിച്ചു എന്നർത്ഥം. ആ രാജ്യദ്രോഹികളുടെ പ്രവർത്തികൾ ഒടുവിൽ അതത് രാജ്യങ്ങളെ മുക്കുകയായിരുന്നു. ഇന്ത്യയിലും പല സംസ്ഥാനങ്ങൾക്കും ഉയർന്ന കടമുണ്ട്. അതിനാൽ സംസ്ഥാനങ്ങളിൽ കടമെടുക്കൽ പരിധി ഏർപ്പെടുത്തുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനപരമായ ഉത്തരവാദിത്തമാണ്. പാർലമെൻറ്റ് അംഗീകരിക്കുന്ന തുക അത് എത്രയായാലും അത്രയും കേന്ദ്ര സർക്കാരിന് കടം വാങ്ങാം. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് നിയമസഭകളുടെ അനുമതിക്കൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം കൂടി വേണമെന്നതാണ് നിയമം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ കേന്ദ്ര സർക്കാർ എല്ലാം വഹിച്ചു കൊള്ളുമെന്ന് കരുതുന്ന സംസ്ഥാന സർക്കാരുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് കടുത്ത ഭീഷണിയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ക്യാപ്സ്യൂൾ നിർമ്മാതാക്കളുടെ വരവായിരുന്നു. കേന്ദ്രത്തിൻ്റെ കടമാണ് വിഷയം. കേന്ദ്രമെന്നാൽ ഭാരതമെന്ന രാജ്യം. കേന്ദ്രത്തിൻ്റെ കടം എന്ന രീതിയിൽ ഒരു വലിയ തുക എടുത്തു കാണിച്ചാണ് അവർ നമ്മെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ കടം എന്നത് കേരള സർക്കാർ വാങ്ങിയ കടം എന്ന് മാത്രമാണ് അർത്ഥം. അതേസമയം കേന്ദ്രത്തിൻ്റെ കടമെന്നത് കേന്ദ്ര സർക്കാർ വാങ്ങിയ കടം എന്നല്ല അർത്ഥം. രാജ്യത്തിൻ്റെ കടത്തിൽ സംസ്ഥാനങ്ങളുടെ കടവും രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബോണ്ടുകളും ഉൾപ്പെടും. സമകാലികമായ മറ്റൊരു വിഷയവുമായി നേർക്കാഴ്ച വീണ്ടും കാണാം. ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ, സൈനിങ് ഓഫ്.